ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് തന്നോടൊപ്പം 3 നാളുകളായി പാർക്കുന്ന പുരുഷാരത്തിന് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട് അവരോട് അലിവ് തോന്നുന്ന യേശുവിനെയാണ്. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ ദീർഘമായ യാത്രാമധ്യേ അവർ തളർന്നു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരുടെ പക്കലുണ്ടായിരുന്ന 7 അപ്പവും ചെറിയ മീനുകളും കൊണ്ട് കർത്താവ് 4000 പേരെ പോഷിപ്പിച്ചു. എല്ലാ മതഗ്രന്ഥങ്ങളും ഒരുപോലെ പഠിപ്പിക്കുന്ന ഗുണങ്ങളാണ് കരുണയും മനസ്സലിവും ഒക്കെ. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കി നാം അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളിലൂടെ ദൈവിക തേജസ് വെളിപ്പെടുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഉപമയിലൂടെ യേശു ഒരു കൂട്ടം നീതിമാന്മാരോട് ഇപ്രകാരം പറയുന്നു: എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. ഇതൊക്കെ ഞങ്ങൾ എപ്പോൾ നിനക്ക് വേണ്ടി ചെയ്തു എന്നുള്ള മറുചോദ്യത്തിന് കർത്താവ് നൽകിയ മറുപടി: എന്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് വേണ്ടിയും ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നതായിരുന്നു. അതുകൊണ്ട് ഈ നോമ്പുകാലം മത്സ്യവും മാംസവും വെടിയുന്ന കേവലം ഒരു ആചാരമായി തീരാതെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളോട് അല്പം മനസ്സലിവ് കാണിക്കാം. സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം മുന്നിൽ കണ്ട് ജീവിക്കാതെ മറ്റുള്ളവരുടെ വിഷമങ്ങളെ മനസ്സിലാക്കി അവർക്ക് നമ്മളാലാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഈ നോമ്പുകാലം ഏറ്റവും അർത്ഥവത്താക്കി തീർക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ.